മീറ്റിംഗ് വിളിച്ചിട്ട് രണ്ടറ്റത്ത് ചായ വേണമെന്ന് ചോദിച്ചാലോ ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈമാ മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്? അറിഞ്ഞൂടായിരിക്കും പുതിയ കേറെ മണ്ണുകൾ പറഞ്ഞു കൊടുത്താണ്. ഇങ്ങനെ ആ മീറ്റിംഗ് കസാരയിട്ട് ഇരിക്കണോന്ന് മാത്രം പറഞ്ഞുള്ളത്. അയ്യോ വീട്ടിൽ പോയാലോടാ സംസാരിച്ചിട്ട് പകുതിയാണ് പകുതി ഇവിടെയാണ് മീറ്റിംഗ് വെക്കാറ്. അമ്മമാർക്ക് വേണമെങ്കിൽ വരട്ടെ. അമ്മമാരുടെ കാര്യത്തിനല്ല അടിച്ചേ. അതുമല്ല ഇവന്മാർ ആരടിച്ചെന്ന് ഈ പറയുന്നത്? ഗ്യാങ്ങിലുള്ള ആരും അടിച്ചല്ല, സിറ്റിസനല്ലേ? അതൊരു ഇവന്മാരായിട്ട് എങ്ങനെ സിറ്റുവേഷൻ എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാണല്ലോ. പക്ഷെ ഇങ്ങനത്തെ ജീവികൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇതിപ്പോ ഇതിപ്പോ ഒരു 2 മണി വരെ മീറ്റിംഗ് ചെയ്യോ? റേറാ മറ്റേ വംശനാശം നടക്കുന്നവന്മാരെ ഇപ്പൊ നിലവിൽ താഴെ ഉള്ളു. ഇവനൊക്കെ എനിക്ക് പൊഴിപ്പിക്കാനുള്ള ഇനി കണ്ടീനൊക്കെ എനിക്ക് നോക്കാം. അവരുടെ റബ്ബർ നട്ടൽ ആവശ്യപ്പെടാ. സൂയിക്കൊണ്ടിടാ മ്യൂസിയത്തിൽ കൊണ്ട് വയ്ക്കാം. വീട്ടിൽ പോയാലോ അളിയാ? ഞാൻ ബൂം ബോക്സ് ഉണ്ടല്ലേ വെയിറ്റ് ചെയ്യാൻ. മറ്റോ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരുമോ? ഇതിപ്പോ പുതിയതാ, നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം അങ്ങോട്ട് പോയി. ഈ ഗ്യാങ് അല്ലേ ജയിലിലൊന്നും പഠിപ്പിച്ചു കൊടുത്താൽ മതി. നമുക്കാണെങ്കിൽ ഇച്ചിരി കൂടി കേറിക്കാണ്ട് അറേഞ്ച് കൊടുത്തിട്ട് സൂര്യപ്രസവിക്കോളാന്ന് ഞാൻ ആടാ കണ്ടി അവന്മാരെല്ലാം മീറ്റിംഗ് വിളിച്ചത് അവിടെ. ബുദ്ധിയില്ലാത്ത പിള്ളേരാ. കാര്യം ചോദിക്കട്ടെ ബ്രോ, നിങ്ങൾ വന്നു. അതായത് ഞാൻ നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാല് നമ്മുടെ മെമ്പറിനെ, അതായത് ഈ നിക്കുന്ന മെമ്പറിനെ വെറുതെ അടിച്ചു വന്നു. ബ്രോ വെയിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ബ്രോ. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ കുറെ പേരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ബ്രോ. ആകെ നമ്മുടെ ഒറ്റ മെമ്പർ ഉണ്ടായിരുന്നുള്ളൂ. ഈ മെമ്പറിനെ അടിച്ചു വന്നതിനാണ് നമ്മള് വന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നു കൗണ്ട് ഉണ്ടായിരുന്നു. 20 പേരുണ്ടായിരുന്നു. ബ്രോ ഗ്യാങ്ങാന്ന് പറഞ്ഞല്ലോ. ആരാ പറയാത്ത ബ്രോ അടുത്ത്? നിങ്ങളുടെ ചെവിയിൽ എന്ത് വെള്ളക്ക് പറഞ്ഞില്ല. ബ്രോ പേരെന്താ പറഞ്ഞ? അല്ലടാ വെയിറ്റ് ബ്രോ പേരെന്താ പറഞ്ഞ? പേരെന്താ? എടാ വെയിറ്റ് ഉണ്ടായിരുന്നേ ബ്രോ വെയിറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ ജയനെ ഞാൻ വിളിച്ചപ്പോ ജയൻ പറഞ്ഞ വേറെ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഗോഡ്സൺ ഉണ്ടായിട്ടില്ല. കാരണം ഗോഡ്സൺ ടീഡത്തിന്റെ വെളി ഇറങ്ങിയപ്പോ ഗോഡ്സനെ ഡയറക്റ്റ് അടിച്ചില്ലാണ് ചെയ്തത്. വേറെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല. ആ സിറ്റുവേഷൻ ഇതാണ്. അതിൽ ഇവൻ ഇല്ലായിരുന്നു. അതിൽ ആക്ച്വലി ഗോഡ്സൺ ഇല്ലായിരുന്നു. ബ്രോ വണ്ടി കയറാൻ പറഞ്ഞ സമയത്ത് അവൻ വണ്ടി കയറുന്ന വണ്ടി കയറെന്ന് പറഞ്ഞു. വണ്ടി പറഞ്ഞപ്പോ വണ്ടി എടുത്ത് വണ്ടി അവൾ അടിച്ചേ. വണ്ടി മൂവ് എടുക്കാൻ നല്ല ബുദ്ധിയാണല്ലോ ബ്രോ നിനക്കൊക്കെ. ആ കൂട്ടത്തിൽ എല്ലാരോടും ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞത് ഇവൻ അവന്റെ ഫ്രണ്ടാന്ന്. ആദ്യം ഫ്രണ്ടാന്ന് പറഞ്ഞ നീ അടിക്കുവാ? കാര്യം പറയട്ടെ, നിങ്ങളുടെ ലീഡറിനെ ഒരുത്തരം അങ്ങ് അടിച്ചിട്ടു. അടിച്ചിട്ട് വേർത്ത ഇവൻ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ പിന്നെ അടിക്കണ്ടേ? പിന്നെ ഞാൻ കാര്യം ചോദിക്കൂ. എന്താണ് എന്നിട്ട് നിങ്ങളെ കൂടുതൽ ഒരുത്തം വന്ന് പറഞ്ഞത് ഇത് വൈക്കിങ്സിൽ ഇവൻ അടിച്ചിട്ട് എന്തിനാണ്? അതൊന്നും പറഞ്ഞു.
ഇത് പറഞ്ഞില്ല, അതാരാ പറഞ്ഞേ? പറഞ്ഞിട്ടില്ല 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 ബ്രോ പറഞ്ഞില്ല പറഞ്ഞില്ല ബ്രോ ഇല്ല ഇല്ല ഒന്നും ഒരു കാര്യം പറയാൻ ആ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല. ഗവികളോ ഗവി ഗവി ആ ആ അതെ അതെ പറഞ്ഞു പറഞ്ഞു. ഗവികളൊന്ന് ഇങ്ങോട്ടൊന്ന്. ഹലോ ബ്രോ ഹലോ നമ്മളിപ്പോ വീണ്ടും റീബിൽഡ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാനല്ല അവിടെ ഞാൻ പറയുന്നത്. നമ്മള് മാറിപ്പോയി, നമുക്ക് അവിടെ മാറി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് വന്ന് ഇവൻ പറഞ്ഞു ഇവനെ അടിച്ചു വന്നത്. എടാ അത് ഞാൻ പറയുന്നേക്ക് പുറത്ത് ഞാൻ PO നോക്കി. ഇപ്പൊ നീയാന്ന് തോന്നുന്നു അടിച്ചു വന്നത് ഇവനെ. ഞാൻ അടിച്ചിട്ട് എടാ അത് നിങ്ങളാവും നമുക്കറിയില്ല, നമുക്ക് ഇത്ര അറിയുള്ളൂ. നമ്മുടെ ലീഡർ ഗ്യാങ് ഡ്രസ് ഇട്ടപ്പോ സിറ്റിസൺസ് വന്ന് അടിച്ചു എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നിങ്ങളാണ് ഒന്നും അറിയില്ല. സിറ്റിസൺ വന്ന് അടിച്ചു വന്നു. അപ്പൊ നിനക്ക് ഇവനെ കണ്ടോ ആ സിറ്റിസന്റെ കൂട്ടത്തിൽ? TDM-ന്നല്ലേ ഇറങ്ങി വന്ന അത്രയും അവൻ അവിടെ ഇറങ്ങി വന്നിട്ട് ചോദിക്കേ എടാ ഓ പറഞ്ഞു എടാ അവൻ അവിടെ ഇറങ്ങി വന്നിട്ട്, അതായത് ഞങ്ങൾ അവിടെ നിന്നപ്പോ ഇവനോട് പേര് ചോദിച്ചു. അപ്പൊ ഇവനാണെങ്കിൽ ആദ്യം പറയുന്നില്ലായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവൻ പറഞ്ഞു ഇവന്റെ ഫ്രണ്ടാ. എന്നിട്ട് എന്റെ ഒരു അവിടെ കുറെ പേര് നിൽപ്പുണ്ട്. എന്നിട്ട് ആ കീടത്തിന് മുമ്പ് ഇരുന്ന് ഞങ്ങളെ ചൊറിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ അത് മാത്രമല്ല, പക്ഷെ അടിച്ചു വന്നാൽ ഞാനല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. എടാ അപ്പൊ ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം പൊട്ടിയിരിക്കുക. ബിക്കോസ് ഡൊമിനിക്കനെ അടിച്ചു. ആ ഡൊമിനിക്കനെ അടിക്കാതിരിക്കുക, അത് ആരാന്ന് നോക്കിയിട്ട് അടിക്കണ്ടേ? അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ അവന്മാരെ അടിച്ചാ പിന്നെ ഇങ്ങനെ അടിയാവും വീണ്ടും. എടാ അവിടെ അവന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവരോട് നിക്കുവായിരുന്നു. അവരിപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നമുക്കറിയില്ലായിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ ഇത് വൈക്കിങ്സിലാന്ന്. പറഞ്ഞു ബ്രോ കാണിച്ചു തരാം ബ്രോ ഞാൻ പുറത്തു തന്നെ പുറത്താ FRP എടുക്കുന്നവര് പുറത്ത് പോയി പണിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്ന പോലെ ഫസ്റ്റ് ടൈം കേട്ടത്. അപ്പൊ എന്നെ ഇങ്ങനെ മേത്തുകൂടെ വീണ് എന്റെ ലൈഫ് പോയിപ്പോ ഞാൻ റീലോഡ് അടിച്ചു. അപ്പൊ എന്റെ ഗ്യാങ് ഡ്രസ് വന്നു. അപ്പൊ എന്നോട് ഗ്യാങ് ഡ്രസ് ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. അത് സിറ്റി സെന്റേഴ്സിലാ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ കളിയാക്കാൻ വന്നപ്പോ എടാ എനങ്ങാണ്ട് ഇക്കടാ, വെറുതെ നീ ഇത് ചൊറിയാൻ നിക്കണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൽബോബ് അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൽബോബോടും വന്ന് ഇതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു. വണ്ടി ഇടിച്ച് അവന്റെ മേത്തോടെ വണ്ടി ഇടിച്ച് എന്റെ മേത്തോടെ വണ്ടി ഇടിച്ച് ചെയ്തോണ്ടിരുന്നു. എന്നിട്ട് സേഫ് സൗണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവരെ വിളിച്ച് സേഫ് സൗണ്ട് പുറത്തിറങ്ങിയപ്പോ എൽബോബിനെ അടിച്ചിട്ടു. അപ്പൊ ഞാൻ പുറത്തേക്ക് വന്ന സമയത്തായിരുന്നു ഇവന്മാര് അടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോയപ്പോ വീണ്ടും ഞാൻ അപ്പൊ 5 പേരുണ്ടായിരുന്നില്ല, 4 പേരെ അങ്ങനെ ഉണ്ടായുള്ളൂ. നമുക്ക് അസറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇട്ടപ്പോ വീണ്ടും റീലോഡ് അടിച്ചപ്പോ ഇവന്മാര് എന്നെ അടിച്ചിട്ടു. ഏത് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാണിംഗ് ഫയർ ചെയ്തു, എടാ എന്നെ അടിക്കരുത് വെറുതെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒന്നും ഗോഡ്സൺ ഇല്ല. കാരണം ഗോഡ്സൺ ആ ടൈമില്ല വരണേ. ഗോഡ്സൺ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതിന്റെ ശേഷം ലൈക്ക് അതും അവൻ വാറടിക്കാൻ വേണ്ടി വന്നേ. ആ ടൈമിലാണ് നിങ്ങൾ അടിച്ചു വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് ഗോഡ്സ് അവന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഗോഡ്സൺ അവന്റെ അത്ര നേരം ഒന്നും ഇല്ലായിരുന്നു. ഗോഡ്സൺ TDM കളിച്ചോണ്ടിരിക്കാനായിരുന്നു. അതിന് കണക്ട് റേഡിയോ ഇട്ടപ്പോ റേഡിയോ കയറുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഗോഡ്സിനും അവരായിട്ട് ഒരു ബന്ധമില്ല? ഇല്ല, ഗോഡ്സിന്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു അവര്. അതെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ. അല്ല ആ സിറ്റുവേഷൻ ഉണ്ടായില്ലല്ലോ? ഇല്ല ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ റേഡിയോയിലുണ്ടായിരുന്നു എന്തായാലും ഗോഡ്സ്. ഓക്കെ, ഗോഡ്സിന് ഇപ്പൊ ഉണ്ടാ റേഡിയോയിൽ? ഉണ്ട്. അവനോട് വിളിക്ക് അല്ലെങ്കിൽ ഒന്ന് ചോദിക്കോ സിറ്റുവേഷൻ ഉണ്ടോന്ന്. എടാ ഗോഡ്സാ, എടാ ഇങ്ങോട്ട് വന്നേ. സിറ്റുവേഷൻ എന്തായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. കേക്കാവാ? ഹലോ കേക്കാവാ? ബ്രോ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ, ഞാൻ അവിടെ നിൽക്കുവായിരുന്നു ടീഡത്തിന്റെ അവിടെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് അറിയാവുന്ന കുറച്ച് കമ്പനിക്കാര് എന്ന് വെച്ചാൽ സിറ്റിസൺ ആയിട്ടുള്ള കുറച്ച് കമ്പനിക്കാര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അടിച്ചിട്ടില്ല. ഞാൻ അപ്പൊ നിങ്ങളോടുള്ളവരോട് ഞാൻ വന്ന് പറയുകയും ചെയ്തു, ഞാൻ ആ സിറ്റുവേഷൻ ഇല്ല ബ്രോ, എനിക്ക് അറിയത്തില്ലെന്ന് പറയുകയും ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാർക്ക് അറിയുകയും ചെയ്യാൻ ഞാൻ വൈക്കിൻസ് ആണ്, ഞാൻ അവിടെ നിന്ന് ഗ്യാൻഡ്ര സൂര്യണത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാര്. എന്നിട്ട് ഞാൻ നിങ്ങളോട് അതല്ല ഇത് ഗോഡ്സനായി വാറടിക്കാൻ വേണ്ടി വരാൻ നിക്കുവായിരുന്നു. ആ ടൈമിൽ അടിച്ചു വന്നേ. അതും കൂടെ എന്നിട്ട് ആ നിക്കണ ബാക്കി നിക്കണ ഓടണ വന്നുണ്ട്. അവൻ വന്ന് എന്നെ ഇടിച്ചു.
ഞാൻ അപ്പൊ പുറത്തിറങ്ങിട്ട് ചോദിച്ചു എന്തിനാ ബ്രോ എന്നെ ഇടിക്കണേന്ന് ചോദിച്ചപ്പോ കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ കൈ പൊക്കി നിന്നപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു വണ്ടി കയറാൻ. ഞാൻ ചോദിച്ചു ഈ വണ്ടിയാണോ ബ്രോ എന്ന് പറഞ്ഞ് ഇവത്തി കയറി ഇരുന്നപ്പോ ഇവൻ അങ്ങ് അടിച്ചു വന്നു. കാര്യം പറ ബ്രോ. വണ്ടി കയറി വണ്ടി മൂവാക്കിയായിരുന്നു നിങ്ങള്? ഇല്ല മൂവാക്കിയില്ലല്ലോ ഇല്ല ബ്രോ, ഇല്ല ബ്രോ, ഇല്ല ബ്രോ, ഇല്ല ബ്രോ, ഇല്ല ബ്രോ, ചെയ്തില്ലല്ലോ ബ്രോ. അല്ല ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, നീ എന്തിനെന്നെ അടിച്ചു? വണ്ടി കയറി അല്ല 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 ആരാ മൂവാക്കിയാന്ന് പറഞ്ഞെന്ന്? അല്ല ആരാ മൂവാക്കിയ? ആരാണ് മൂവാക്കിയ? എടാ നീയാണ് എന്നോട് ഉണ്ടല്ലേ, ഇവനാണ് എന്നോട് പറഞ്ഞ വണ്ടി കയറി ഇരിക്കാൻ. നീയാണോ എന്നോട് പറഞ്ഞേ? നീ പറഞ്ഞില്ലേ? അല്ലല്ല നീ ഞാൻ വണ്ടി കയറിയപ്പോ തന്നെ അല്ലടാ നീ എന്നെ അടിച്ചിട്ട്. എന്റെ പൊന്നു മച്ചു, നീ എന്താ അമ്മിയാ മച്ചു, ഇങ്ങനെ തള്ളല്ലേ മച്ചു. പക്ഷെ വർത്താനല്ലേ കണ്ടിനെ കടിച്ചിട്ടേ കാര്യമുള്ളൂ. എടാ നിന്റെ ലീഡറിനെ ഞാനാണോ അടിച്ചേ? ഞാൻ ചോദിക്കണേ, നിന്റെ ലീഡറിനെ ഞാനാണ് അടിച്ചേ? എടാ നിന്റെ ലീഡറിനെ ഞാനാണ് അടിച്ചേ? നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവന്മാരോട് പറയുകയും ചെയ്ത് ഞാൻ സിറ്റുവേഷൻ കേട്ടാ. അടിച്ച് പറിക്കണേ തള്ളേ വിളി. gifted chai toast x Noor Jewels. Chai toast. Thank you for the chai. റോസ് കൂടി സ്റ്റൈൽസാ. അവിടെ സ്റ്റൈൽസിനെ വിളിച്ച അവിടെ സ്റ്റൈൽസ് തിരിച്ചു വന്ന സ്റ്റൈൽസ് ഗോഡ്സൺ അല്ലേ? സ്റ്റൈൽസ് നീ എന്താ വിളിച്ചേ? നീ എന്താ വിളിച്ചേ? തലയടിച്ച് പൊട്ടിച്ചോളേന്ന് പറഞ്ഞു. എടാ വെയിറ്റ് ബാക്കി എല്ലാരും ലീവ് ചെയ്യടാ. ബാക്കി എല്ലാരും ലീവ്. സ്റ്റൈൽസിനോട് gifted vada pav x Noor Jewels. Vada pav. കേട്ടായിരുന്നില്ല അത്? അപ്പൊ കിട്ടും. തങ്കു പപ്പി again. കുറച്ച് ദിവസമായിട്ടല്ലേ പപ്പി? എന്താ വേണം? ആ കേട്ട്. വിളിക്കണോ നിങ്ങള്? നിങ്ങൾ വിളിച്ചാൽ ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ആരോ വിളിക്കണമെന്ന് ഡൗട്ട്. നെക്സസ് ആണ്. ആരൊക്കെ വിളിക്കും? എന്തായാലും വേറുണ്ടാവും.